ആത്മനിറവിൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ചില പ്രത്യേക നിലവാരത്തിലേക്ക് ദൈവമക്കൾ പരിശുദ്ധാത്മാവ് ശക്തി ലഭിച്ചാൽ നയിക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്ന് തന്നെ നൂറുകണക്കിന് വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ വാക്യം എടുത്തെടുത്ത് പറഞ്ഞ് ധ്യാനിക്കാമെങ്കിലും അല്ലേ, ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയോട് നീതി പുലർത്തുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന 5-6 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പ്രാരംഭ അധ്യായങ്ങളിൽ ആത്മനിറവ് പ്രാപിച്ചവരുടെ ജീവിതത്തിലുണ്ടായ പ്രകടമായ മാറ്റങ്ങൾ എന്താണെന്ന് കേൾവിക്കാരായ ദൈവദാസിദാസന്മാരും അല്ലെ ശുശ്രൂഷിക്കുന്ന ഞാനും ഉൾപ്പെടെയുള്ള ശുശ്രൂഷക സംഘങ്ങളും ഒരുപോലെ തിരിച്ചറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രകടമായ മാറ്റമുണ്ടായി. ഞാനൊരു ആത്മീയനാണ്, എൻ്റെ ഹൃദയം ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് നടത്താൻ പോരാ, നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും ഈ ആത്മനിറവിൻ്റെ അല്ലിയ സാന്നിധ്യത്തിൻ്റെ അളവ് ലോകം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഒന്നാമത് അവരിലുണ്ടായ മാറ്റം അപ്പോസ്തലന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത് അവരിലുണ്ടായ മാറ്റം അപ്പോസ്തലപ്രവൃത്തി 2:1, 4:32 വാക്യങ്ങളൊക്കെയാണ്. എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ലെങ്കിലും ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:1 വാക്യം മാത്രം വായിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇവിടെ നാം വായിച്ചത് ആത്മനിറവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ജനത്തെ കണ്ടോ? ഐക്യതയും പ്രാർത്ഥനയും ഒരുമിച്ച് പോകണം. സ്തോത്രം. കൺവെൻഷനൊക്കെ നല്ലതാ, ക്രൂസൈഡ് നല്ലതാ, അത് 85 ആയാലും 100 ആയാലും 90 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഐക്യതയും പ്രാർത്ഥനയും ഒരുമിച്ച് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആത്മസാന്നിധ്യം ഇല്ലെന്നാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഐക്യതയും ആത്മസാന്നിധ്യവും കൈയോട് കൈ ചേർത്ത് പോകുന്നതാ. ഫിലിപ്പി ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഒക്കെ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലന്മാർ ഒരു കാലഘട്ടത്തിൽ ഒരേ തൊഴിൽ ചെയ്തവരാ. കടലിൽ അവർ അധ്വാനിക്കുന്ന സമയത്ത് ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വലയെറിയാനും അല്ലെങ്കിൽ മത്സ്യം പിടിക്കുവാനും വല കലളിയ നെയ്യാനും വല കുത്തിക്കെട്ടാനും പടക് തള്ളാനും ഒക്കെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കൂടെ യേശു മുന്നിൽ നടന്നിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അവരുടെ ചോദ്യങ്ങൾ ആരാ വലിയവനെന്നാണ്. അല്ല, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ ആരാണെന്നാണ്. ഏറ്റവും ചെറിയവൻ ഞാനാണെന്ന് ആരെങ്കിലും ഒന്ന് സമ്മതിച്ചാൽ അന്ന് ഈ പ്രശ്നമെല്ലാം തീരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിനെക്കാട്ടി ഞാൻ ചെറിയവനാണെന്ന് ഒറ്റ വാക്കിൽ ഒരു സാക്ഷ്യം പറഞ്ഞാൽ മതി, സഭയിലെ പ്രശ്നവും തീരും, സംഘടനയിലെ പ്രശ്നവും തീരും. ആരാ വലിയവനെന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയില്ല നമുക്ക് സകല ആത്മീയ താളവും തെറ്റിയത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരാ മിടുക്കൻ, ആരാ കേമൻ, ആർക്കാ അറിവ് കൂടുതൽ, ആർക്കാ ആള് കൂടുതൽ, ആർക്കാ അംഗീകാരം കൂടുതൽ, ആർക്കാ കൂടുതൽ കയ്യടി കിട്ടിയത് എന്ന് കണ്ടുപിടിക്കുവാനുള്ള വ്യഗ്രതയില നമ്മുടെ ആത്മീയം നഷ്ടപ്പെട്ടത്. ഞാനാ ചെറിയവനെന്ന് പറയാൻ വേണ്ടി അതിനാളും ആൾക്കൂട്ടം ഓട്ടും ഒന്നും വേണ്ട. അതിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ, ആത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കുക. അവനത്രേ ചെറിയവൻ. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനാ കർത്താവിൻ്റെ സ്വർഗ്ഗത്തിലെ ഭൂമിയിൽ ഏറ്റവും ചെറിയവനെന്ന് സമ്മതിക്കുന്നവനാ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ അപ്പോസ്തലനായ പൗലോസിനെ അല്ലല്ലേ 5 വർഷത്തിലൊരിക്കൽ, ഞാൻ എൻ്റെ കണക്ക് വെച്ച് പറയുകയാണ്, അല്ലല്ലേ തൻ്റെ സാക്ഷി ഒന്ന് പുതുക്കുന്ന വലിയ ഇഷ്ടമായിരുന്നു. അല്ല 5 വർഷം കൂടുമ്പം താൻ ഒന്നും കൂടെ ഒന്ന് പറയും ഞാൻ ആരാണ്. 1 കൊരിന്ത്യർ 15:9 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ 1 കൊരിന്ത്യർ അല്ലെങ്കിൽ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ 55 വയസ്സ് പ്രായമുണ്ട്. 55 വയസ്സ് പ്രായമുള്ളപ്പോൾ പൗലോസ് പറയുകയാണ്, ഈ സകല അപ്പോസ്തലന്മാരിലും ആരാ ചെറിയവൻ? ഞാനാ ചെറിയവൻ. ഏകദേശം 10-25 വർഷമായി ശുശ്രൂഷയിൽ അപ്പോസ്തലനായ പൗലോസ്. ഇവിടെ 5 വർഷമായി കഴിയുമ്പോൾ പറയും ഞാനാ വലിയവൻ. ഇവിടെ 25ാമത്തെ വർഷം പൗലോസ് പറയുകയാണ്, അല്ലെങ്കിൽ സകല സെൻട്രൽ പാസ്റ്റർമാരെ കാട്ടിലും, സകല മേഖലാ പാസ്റ്റർമാരെ കാട്ടിലും, സകല റീജിയൻ പ്രസിഡന്റുമാരെ കാട്ടിലും, സകല ജനറൽ പ്രസിഡന്റുമാരെ കാട്ടിലും ഞാനാ ചെറിയവനെന്ന്. അങ്ങനെ പറയുന്ന ഒരു നാക്ക് നമുക്കുണ്ടെങ്കിൽ സുവിശേഷം പരന്നത് തന്നെ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നിങ്ങളെ കൊച്ചാക്കിയെന്നോ നിങ്ങളുടെ സ്ഥാനത്തെയോ ശുശ്രൂഷയെ ചെറുതാക്കിയെന്നല്ല. ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, എൻ്റെ വലിപ്പം ക്രിസ്തു തന്ന വലിപ്പമാണ്. എൻ്റെ അനുഗ്രഹം ക്രിസ്തുവിലെ അനുഗ്രഹമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ച ക്രിസ്തുവാണെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ചെറിയവനാണെന്ന ബോധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ വലിയവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ മറന്നുപോയത് ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ സ്നേഹവും നമ്മിൽ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുവാനാണ് മറന്നുപോയത്. പിന്നെ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞു, 60 വയസ്സ് പ്രായമായി. എഫേസ്യ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് വയസ്സ് 60. എഫേസ്യർ 3:8 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഭൂലോകത്തിലുള്ള സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവൻ. അപ്പം ആദ്യമേ പറഞ്ഞു സകല പാസ്റ്റർമാരെക്കാട്ടി, മനസ്സിലാകുന്ന ഭാഷ പറയാ, സകല പാസ്റ്റർമാരെക്കാട്ടി ആരായിരുന്നു ചെറുത്? ഞാനാ ചെറുത്. 60-ാമത്തെ വയസ്സിൽ പറയുക, ഭൂമിയിലുള്ള സകല വിശ്വാസികളെക്കാട്ടിലും ആരാ ചെറുത്? ഞാനാ ചെറുത്. ഇങ്ങനെ നമ്മൾ സാക്ഷ്യം പറയും. നമ്മൾ ഓരോ വർഷം കൂടുന്തോറും നേടിയതിൻ്റെ കണക്കും നേട്ടത്തിൻ്റെ കണക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചെയ്ത കാര്യങ്ങളും പറയാനുള്ള വ്യഗ്രതയില്ല. പക്ഷേ പൗലോസ് പറയുക, സകല വിശുദ്ധന്മാരെക്കാട്ടിലും സകല വിശ്വാസികളുടെ നടുവിൽ എന്നെ കൊണ്ട് നിർത്തിയാൽ ഞാനാ ഏറ്റവും ചെറിയവൻ. ഹല്ലേലൂയ. പിന്നെ ഒരു 5 വർഷം കൂടെ കഴിഞ്ഞു, 65-ാമത്തെ വയസ്സിലാണ് തിമത്തിയോസിന്റെ 1-ാം ലേഖനം എഴുതുന്നത്. 1 തിമത്തിയോസ് 1:15 പൗലോസ് ഇങ്ങനെ കുറിച്ചു വെച്ചു, പ്രൈസ് ഹല്ലേലൂയ, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വാസ്യവും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. 55-ാമത്തെ വയസ്സിൽ പറയുന്നു പാസ്റ്റർമാരിൽ ഏറ്റവും ചെറിയവൻ ഞാനാണെന്ന്. 60-ാമത്തെ വയസ്സിൽ പറയുന്നു വിശ്വാസികളുടെ അടുത്ത് നിർത്തിയാൽ ഞാനാ ചെറിയവനെന്ന്. 65-ാമത്തെ വയസ്സിൽ പറയുന്നു ഭൂലോകത്തിലുള്ള സകലരെ ഒന്ന് നിർത്തിയാൽ അവരെക്കാട്ട് ഒരു യോഗ്യത എനിക്കില്ല, ഞാനും ഒരു പാപിയായിരുന്നു. ഈ ബോധ്യം അകത്തില്ലാത്തത് കൊണ്ടാണ് നമ്മിലെ സ്വയം വളരുന്നത്. പാപത്തിന്റെ പടുക്കുഴിയിൽ നിന്ന് പിടിച്ചുയർത്തിയ ദൈവസ്നേഹത്തെ മറന്നിട്ട് നമുക്ക് എന്തു വലുതാകാനാ? ഹല്ലേലൂയ. ദൈവസ്നേഹം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നെന്ന അഭിമാനമല്ലാതെ ഒരഹങ്കാരത്തിന്റെ വാക്കുപോലും ഒരു ആത്മീയന്റെ ആദരത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഉച്ചരിച്ചുകൂടാ. ഈ ശക്തിയാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. എന്നെ ഹല്ലേലൂയ ദൈവഹിതത്തിലേക്ക് ചെറുതാക്കി കൊടുക്കുന്ന ഈ ശക്തിക്കായി എത്ര പേർ കൊതിക്കും, പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആസാമും ഒറീസയും പഞ്ചാബും ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലെ സകല ഗ്രാമങ്ങളും കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ പാടാ എന്നിലെ സ്വയത്തെ കീഴ്പ്പെടുത്തുവാൻ. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ ഈ ശക്തിയാ നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങളെ ദൈവത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ശക്തി. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാത്രി. ഹല്ലേലൂയ. കൈവച്ച് 100 രോഗികളൊന്നും സൗഖ്യമാക്കിയില്ലെങ്കിലും, ആകാശം കീഴ്മേൽ ഇളക്കാൻ പറ്റിയില്ലെങ്കിലും, നാം സ്വപ്നം കണ്ടതൊന്നും ഈ മണ്ണിൽ നടന്നില്ലെങ്കിലും, മനുഷ്യർ കാണുമ്പോൾ നിരത്തി വെക്കാൻ ഒന്നുമില്ലെങ്കിലും, ദൈവഹിതത്തിലേക്ക് എന്നെ വിധേയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ വിജയിച്ചു. ശിഷ്യന്മാരുടെ ആദരത്തിൽ നിന്ന് ആരാ വലിയവൻ? ഞങ്ങളിൽ ആരാ വലിയവൻ? പത്രോസ് ചോദിക്കുന്നു, ഞാനാണോ വലിയവൻ? യോഹന്നാൻ അറിയണം ഞാനാണോ വലിയവൻ? യൂദയ്ക്ക് അറിയണം ഞാനാണോ വലിയവൻ? പക്ഷെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, അവർക്ക് ഈ ശക്തി ലഭിച്ചപ്പോൾ അവരൊന്നായി മാറി. ഒറ്റ പ്രാവശ്യം പോലും അവർ ചോദിച്ചില്ല ആരാ വലിയവനെന്ന്. ആത്മനിറവുള്ളവ ഒരു സഭയിലും ഈ ചോദ്യം ഉയരത്തില്ല, ഞങ്ങളിൽ ആരാ മിടുക്കനെന്ന്. അല്ല, എൻ്റെ കൂട്ടത്തിലുണ്ടോ? ആത്മനിറവുള്ള ഒരു സഭയിലും ഒരതരം ഉയരത്തില്ല ഞാൻ മിടുക്കനാണെന്ന് പറയുവാൻ. എവിടെങ്കിലും ആരെങ്കിലും ഞാൻ മിടുക്കനാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ ആത്മാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്തിനാ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താത്മീയം? 2 മുറിക്കകത്ത് നടത്തുന്ന പ്രാർത്ഥനയാണോ ഹല്ലേലൂയ ആത്മീയം? 2 ഗ്രൗണ്ടിൽ നടത്തിയോണ്ട് ആത്മീയമായോ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അതിന്റെ പേരാ ആത്മാവിന്റെ ഐക്യത. അത് കാത്തുപാലിക്കുന്നവൻ ആത്മീയൻ. അതി കുറഞ്ഞതൊന്നും ആത്മീയമല്ല. പ്രൈസ് ദി ലോർഡ്. കോട്ടയം സൗത്ത് നോർത്ത് സെന്ററുകൾ മറ്റ് സെന്ററുകൾക്കും അല്ലല്ലേ മറ്റ് സമൂഹങ്ങൾക്കും ഒരു മാതൃകയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. അഭിമാനത്തോടെ തന്നെ പറയട്ടെ. ഇവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ടൊന്നും അല്ല, പ്രൈസ് ദി ലോർഡ്. അഭിമാനത്തോടെ പറയുന്നു. തുടർമാനമായി ഇത് നടക്കുവാൻ ദൈവം അവസരം ഉണ്ടാക്കിയല്ലോ. സാധാരണഗതിയിലാണെങ്കിൽ 85 വർഷം കൊണ്ട് 85 സംഘടനയായിട്ട് തിരിയേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ ഇത് ഒരുമിച്ച് നിർത്തുവാൻ ദൈവം സഹായിച്ചെങ്കിൽ ആത്മാവിൻ്റെ ഐക്യതയിൽ വിശ്വസിക്കുന്ന ആരൊക്കെ ഇതിനകത്തുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അത് പാസ്റ്റർമാരാണേലും വിശ്വാസികളാണെങ്കിലും നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഐക്യത. ഒരു മുറിക്കകത്ത് കയറിയിട്ട് ആരാ വലിയവൻ? 2 യാക്കോബ് യോഹന്നാനും ആഗ്രഹമാ
ദൈവരാജ്യത്തിൻ്റെ ഇടത്തും വലത്തും, യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് നല്ല ആഗ്രഹം അമ്മയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹങ്ങളൊന്നും മോശമൊന്നുമില്ല. ഇപ്പോൾ ഏത് കസേര ഇരിക്കണമെന്നൊക്കെ ദൈവം തീരുമാനിച്ചോളും. ഇടത്തും വലത്തും ഒക്കെ ഇരിക്കുന്ന കാര്യം ദൈവം അങ്ങ് തീരുമാനിച്ചോളും. പക്ഷേ ആത്മനിറവ് വന്നപ്പോൾ എവിടെ ഇരിക്കുന്ന കാര്യമൊന്നും അവർക്ക് അങ്ങ് മറന്നുപോയത്. 120 പേരുള്ള ഒരു സംഘം മർക്കോസിൻ്റെ കൊച്ചു മാളിക മുറിക്കകത്ത് കയറി ഒതുങ്ങിക്കൂടണമെങ്കിൽ ആത്മനിറവിലെ പറ്റത്തുള്ളൂ. കാരണം 19 പേരെ ഉൾക്കൊള്ളണമെങ്കിൽ ആത്മനിറവിനെ കഴിയത്തുള്ളൂ. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അകത്ത് ആത്മാവില്ല. ഹല്ലേലൂയ. എനിക്കിങ്ങനെ പ്രസംഗിക്കാനേ അറിയത്തുള്ളൂ. ഇതാ എനിക്കുള്ള നിയോഗം ഇന്ന് രാത്രി. 119 പേരുടെ കൂട്ടത്തിൽ ഞാനും ചേരും. ഞാനും അവരെ പോലെ മാത്രമേ ഉള്ളൂ എന്ന വെളിപ്പാട് അകത്ത് കയറണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയാണ് എന്നെ ഒതുക്കുന്നത്. സിംഹത്തെ കൊല്ലുന്നതിനെക്കാട്ടിലും കരടിയെ കൊല്ലുന്നതിനെക്കാട്ടിലും ഗോലിയാത്തിനെ വീഴ്ത്തിനെക്കാട്ടിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാ ദാവീദെ ജഡത്തെ ഒതുക്കാൻ കേട്ടോ. ഹല്ലേലൂയ. 5 കല്ലും കയ്യിലെടുത്ത് ഉന്നം നോക്കി എറിഞ്ഞ് ഒരുത്തനെ ഗോലിയാത്തിനെ വീട്ടി പട്ടണത്തിൽ പാട്ടൊക്കെ കേട്ട് ഹല്ലേലൂയ ദാവീദ് 10,000 കൊന്നു എന്നുള്ള ഹല്ലേലൂയ സഹോദരി സമാജത്തിന്റെ ഗായക സംഘത്തിന്റെ പാട്ടൊക്കെ കേട്ട് കൈയടിച്ചു പോകാം. പക്ഷെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറണമെങ്കിൽ തകർന്ന ഹൃദയത്തിന് ഉടമസ്ഥനായി മാറണം. ഹല്ലേലൂയ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തെ നിനക്ക് പ്രസാദമില്ല. ഇല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ യഹോവ നിരസിക്കുന്നില്ല എന്ന വെളിപ്പാട് ലഭിക്കാത്തിടത്തോളം ദൈവത്തിന്റെ സ്വപ്നത്തിലെ മനുഷ്യരായി നാം മാറത്തില്ല. ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് നമുക്ക് ഈ ആത്മശക്തി? നമ്മെ ദൈവത്തിന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊടുത്ത് മറ്റുള്ളവരെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബത്തിലും സഭയിലുമൊക്കെ സംഘടനയിലും ഐക്യത വെളിപ്പെടണമെങ്കിൽ ആത്മാവിന് പ്രവർത്തനം വിട്ടുകൊടുക്കണം. ജഡത്തെ ക്രൂശിച്ച് സ്വയത്തെയും അഹങ്കാരത്തെയും ആണിയോട് ചേർത്ത്, ക്രൂശിനോട് ചേർത്ത് ആഞ്ഞടിച്ചെങ്കിൽ മാത്രമേ ഐക്യത ഒരു സംഭവ്യമായി മാറത്തുള്ളൂ. 2 സമയമില്ലല്ലോ. എന്താണ് ആത്മശക്തി വന്നപ്പോൾ അവർക്കുണ്ടായ വ്യത്യാസം? അതിനോട് സമാനമാണ് 2:14 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 2:14. പത്രോസ് 11. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. മതി, ആ ഒറ്റ വാക്ക് മതി. പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റു. കൂട്ടത്തിൽ 11 പേരും എഴുന്നേറ്റു. പിടിച്ചിരുത്താനല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഒരാൾ എഴുന്നേറ്റാൽ 10 പേർ എഴുന്നേൽക്കുന്നത് സഹോദരൻ അവിടെ ഇരിക്കാൻ പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ട് മതി കാര്യങ്ങൾ, ബാക്കി തീരുമാനിക്കാമെന്ന്. അലങ്കോലപ്പെടുത്താൻ എഴുന്നേറ്റതല്ല. ഞങ്ങളുടെ കൂട്ടു സഹോദരൻ ഒരു സപ്പോർട്ടിന് 10 പേരും കൂടെ അങ്ങ് എഴുന്നേൽക്കുക. ആത്മശക്തി ഉള്ളവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇഷ്ടമില്ലാത്തവനെ മുടക്കുന്നതല്ല ആത്മീയം, അവനെ കൂടെ നിർത്തുന്നത് ആത്മീയം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആത്മശക്തിയുടെ തെളിവെന്ന് പറയുന്നത് ഹല്ലേലൂയ യൂദയെയും അന്ത്രയോസിനെയും യാക്കോബിനെയും ഹല്ലേലൂയ ബർത്തലോമായി ഒക്കെ കൂടെ നിർത്താനുള്ള നിറവാ പത്രോസ് നീ പ്രാപിച്ചിരിക്കുന്നത്. അതിക്കുറഞ്ഞ അഭിഷേകത്തെ അഭിഷേകമെന്ന് വിളിക്കുവാൻ ഞാൻ പഠിച്ച വചനമോ ഞാൻ പ്രാപിച്ച ആത്മനിറവോ എന്നെ സമ്മതിക്കുന്നില്ല. എൻ്റെ അതരം കൊണ്ട് ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ദൂത് പറയുന്നു. കൂട്ടു സഹോദരനെ കൂടെ നിർത്തുന്നതാ ആത്മനിറവിന്റെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം മുടക്കി അവരെയെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്കങ്ങ് സിംഹാസനം സ്ഥാപിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കോപത്തിന്റെ ശിക്ഷയുടെ വടികൾ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന പരമസത്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ആത്മനിറവെന്ന് പറയുന്നത് കൂടെ ചേർത്ത് പിടിക്കുന്ന നിറവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഓടിപ്പോകുന്നവരെയും ഒറ്റിക്കൊടുക്കുന്നവരെയും ചേർത്ത് നിർത്തുന്ന വിശാല മനസ്സായ എൻ്റെ യേശുവിൻ്റെ മനസ്സ്. ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന സംഭവമൊക്കെ യോഹന്നാൻ 13 വായിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. നാളെ 30 വെള്ളിക്കാശ് എടുത്തിട്ട് എണ്ണി വാങ്ങിയിട്ട് എന്നെ തള്ളിപ്പറയുന്നവൻ്റെ 2 കാലാണല്ലോ ഇതെന്ന് കാണുമ്പോൾ കാലെ പിടിച്ച് വലിച്ചിടുവാൻ നമുക്ക് തോന്നുന്ന സാഹചര്യത്തിൽ യേശു ആ കാല് തുടയ്ക്കാൻ തുടങ്ങി. അതിനാ ദൈവസ്നേഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.
ചവിട്ടുന്നവനെയും താഴ്ത്തുന്നവനെയും അപവാദം പറയുന്നവനെയും ആക്ഷേപിക്കുന്നവനെയും മറുവാക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ അവനെ ഒറ്റപ്പെടുത്തി ഒറ്റിക്കൊടുക്കുകയോ അവനെ ഒതുക്കിയാൽ ആത്മീയം അവനെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു വിശാല കരത്തിന് ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? കോട്ടയം പട്ടണത്തിലുള്ള ആത്മീയ ദൈവദാസിദാസന്മാരുടെ നിങ്ങളുടെ കരങ്ങൾക്ക് ആത്മാവിന്റെ നീളമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്നവന് കൈ കൊടുക്കാൻ മാത്രമല്ല, പിണങ്ങിപ്പോകുന്നവനും കൈ കൊടുക്കുന്ന ഒരു കൈക്കരുത്ത് ഇന്ന് രാത്രി ആത്മാവിൽ പ്രാപിച്ചെടുക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാ ഈ ആത്മനിറവെന്ന് പറയുന്നത്. പത്രോസേ, നിനക്കെന്തോ അറിവുണ്ട്, നീ യേശുവിനെ തള്ളി പറഞ്ഞതല്ലേ, ഇനി നീ അല്ല ഇവിടെ പ്രസംഗിക്കേണ്ടത്, ഞാനാ പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞ് യോഹന്നാൻ ചാടി എഴുന്നേറ്റില്ല. ആത്മനിറവ് വന്നാൽ ചന്തോ ഉചിതമായിട്ട് കാര്യം നടക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുന്നിലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും 1-ാം അധ്യായത്തിൽ പറയാൻ എനിക്ക് സമയമില്ല, അതിന് പറ്റിയ സാഹചര്യമല്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുക. മറ്റുള്ളവരെ ആദരിക്കണം. വേറൊരുത്തനെ ദുഷിക്കാനോ നിന്ദിക്കാനോ നമുക്ക് അവകാശമില്ല. കാരണം ആരാ ദൈവദാസൻ, ആരാ ഇടയനൊന്നും നമുക്ക് വെളിപ്പാടില്ല. ജീവിതം കൊണ്ട് നമുക്കറിയാം, ശുശ്രൂഷ കൊണ്ടറിയാം, ഫലം കൊണ്ടറിയാം. അപ്പോൾ തന്നെ നെബൂഖദ്നേസറിനെ എൻ്റെ ദാസനായ നെബൂഖദ്നേസറേ എന്നൊക്കെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന കാര്യം മറന്നു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. കോരേശ് എൻ്റെ ഇടയനെന്നൊക്കെ പറഞ്ഞ ദൈവത്തെ നാം മറന്നു പോകല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറ്റുള്ളവരുടെ യോഗ്യത നമുക്കറിയാത്തത് കൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ളവൻ്റെ ദാസനെ വിധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടു സഹോദരൻ്റെ അവൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കണ്ട ഉടനെ ഇടിച്ച് താഴ്ത്തി താറടിച്ച് 4 പേരുടെ മുമ്പിൽ അല്ലെ ന്യൂസും കൊടുത്ത് പട്ടണത്തിൽ പാട്ടാക്കുന്നതല്ല ആത്മീയം. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്ന ദൈവകൃപ എന്ന് പറയുന്നത്. അതിനായി ഈ ശക്തി എൻ്റെ മേൽ തന്നത്. അയ്യോ, പാസ്റ്റർ പറഞ്ഞു വന്നിട്ട് ഞങ്ങൾ ഓർത്ത് ഈ അന്യഭാഷയും പറയാനും പ്രവചിക്കാനും ദൂത് പറയാനും വെളിപ്പാട് പറയാനും അരിയാട്ടുന്ന പോലെ തല ഇങ്ങനെ അരിയാട്ടി ദൂത് പറയാനൊക്കെയാ ഈ ആത്മനിറവെന്ന ഞങ്ങൾ ഓർത്ത്. അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്കറിയാവുന്നത് കൊണ്ട് എല്ലാ ആഴ്ചയും അത് പറയേണ്ടതേ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളാ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നത്. നിങ്ങളാരും തുള്ളിയില്ലെങ്കിലും നൃത്തം ചെയ്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ ആൾ മാറിയവരെ പോലെ 2024 ദൈവസഭയുടെ മുഖച്ഛായ മാറ്റുന്ന ചില ആത്മപ്രവർത്തികൾ ഇവിടെ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ കൊതിക്കുന്നു. എത്ര പേർ അതിന് തയ്യാറാകും? ശബ്ദരാധകന, അതിന് ഞാൻ എന്നെ വിട്ടുതരുന്നു. എൻ്റെ പഴമയുടെയും പഴക്കത്തെയും എൻ്റെ അനുഭവ കൂമ്പാരമെന്ന് പറയുന്ന അറിവിനെയും പുറകിലേക്ക് വലിച്ചെറിഞ്ഞ് അക്ഷരത്തിൻ്റെ പഴക്കത്തിന് വിരാമമിട്ട് ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടത്തുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഏറ്റുപറയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3, എന്താ ഈ ശക്തിയുടെ പ്രത്യേകത? അപ്പോസ്തലപ്രവൃത്തി 3:6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. സംഭവം നമുക്കറിയാം. ഇത് പറയണമെങ്കിൽ ആത്മശക്തി വേണം. പണമോഹവും പണാധിപത്യവും അല്ലെ ധനാശ്രയവും തോൽക്കുന്നതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. ഈ പത്രോസ് സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിക്കത്തിൽ നിന്നുകൊണ്ട് വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറയുമ്പോൾ ആ മുടന്തനായ ഭിക്ഷക്കാരനോട് നിന്നെക്കാട്ടി ഗതികേടില്ല ഞങ്ങളെന്നും, സമയം കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഭിക്ഷ യാചിച്ചോളാം എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ പറഞ്ഞത്. കാരണം 3000 പേരുള്ള സഭയുടെ പാസ്റ്ററാ. ഹല്ലേലൂയ. 3000 പേരുണ്ട് സഭയിലല്ലേ. രക്ഷിക്കപ്പെട്ടവർ 3000 പേര്, പിന്നെ അത് 5000 വർദ്ധിച്ചു. ഇവിടെ 500 പേരുണ്ടായിട്ട് കൊണ്ടു കിടക്കാൻ വലിയ പാടാ. അതിൻ്റെ ഇടയ്ക്ക് 5000 പേരുള്ള സഭയുടെ പാസ്റ്റർ. ഇനി നമ്മൾ എടുക്കുന്ന പോലെ സ്തോത്രകാഴ്ച എടുക്കാമെന്ന് പറയുമ്പോൾ പേപ്പറിൽ നിന്ന് പേഴ്സ് തുറന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പോലെ കട്ടപ്പെട്ട് തിരക്കി എടുക്കുമെന്നല്ല ചെയ്തത്. ഹല്ലേലൂയ. സ്ഥലമൊക്കെ വിറ്റുകൊണ്ടെന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്ക വെച്ചു. അങ്ങനെയുള്ള വിശ്വാസികളുള്ള സഭയിലെ പാസ്റ്റർ. ആ പാസ്റ്ററാ പറഞ്ഞത് എന്തില്ലെന്ന്, വെള്ളിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പക്കൽ ദിനാറോ ഡോളറോ അല്ലെങ്കിൽ രൂപയൊന്നും ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അത് ഇല്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ അത് 2ാം കടയാണ്, അതിനെക്കാട്ടി വലുതൊന്നും ഞങ്ങളുടെ പക്കലുണ്ട്. ഞങ്ങൾക്ക് വീടില്ലെന്നോ കാറില്ലെന്നോ പണമില്ലെന്നോ ജോലിയില്ലെന്നോ വരുമാനമില്ലെന്നോ അത് തെറ്റാണെന്നോ അല്ല പൗലോസ് പറഞ്ഞത്. ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരം, സ്വർണം കൊണ്ട് പണിതിരിക്കുന്ന ഈ ദേവാലയ ഗോപുരം, അതിൻ്റെ തിളക്കത്തേക്കാൾ തിളക്കമുള്ള ഒരു നാമം ഞങ്ങളുടെ പക്കലുണ്ട്. ആ നാമത്തിന്റെ പേര് യേശുവിന്റെ നാമം. വൈഷമനാഥകന, യേശുവിന്റെ നാമത്തിന്റെ തിളക്കത്തിന് മുമ്പിൽ ഞങ്ങളുടെ സ്വർണത്തിന് തിളക്കമില്ല, ഞങ്ങളുടെ വെള്ളിക്ക് നിറമില്ല, ഞങ്ങളുടെ പണത്തിന് വിലയില്ല, ഞങ്ങളുടെ അറിവിന് വിലയില്ല, ഞങ്ങളുടെ ആഡംബരം ഒന്നുമല്ല. ഞങ്ങൾക്ക് ഉയർത്താനുള്ളത് യേശുവിന്റെ നാമം.
എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിനെ ഉയർത്തുമ്പോഴാ പണം രണ്ടാം കിടയാകുന്നത്. യേശുവിനെ ഉണർത്തുമ്പോഴാ സ്ഥാനം രണ്ടാം കിടമാകുന്നത്. യേശുവിനെ കുറിച്ച് പറയുമ്പോഴാ അധികാരം ഹല്ലേലൂയ രണ്ടാം തരമായി മാറുന്നത്. യേശു ഉയരാത്തിടത്ത് പണം ഉയരും, യേശു ഉയരാത്തിടത്ത് സ്ഥാനം ഉയരും, യേശു ഉയരാത്തിടത്ത് മാനം ഉയരും. ഹല്ലേലൂയ. ആത്മശക്തിയാണ് ഏതാ വലുത് ഏതാ ചെറുതെന്ന വെളിപ്പാട് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ധനാശ്രേഷു പറഞ്ഞ് നിങ്ങൾക്ക് 2 യജമാന്മാരെ സേവിക്കാൻ പറ്റത്തില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രതിയോഗി പിശാചാണ്, ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് 2 യജമാന്മാരെ സേവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എന്നെയും പിശാചിനെയും സേവിക്കാൻ പറ്റത്തില്ലെന്നല്ലല്ലോ യേശു പറഞ്ഞത്. ദൈവത്തെയും മാമോനെ അല്ലെങ്കിൽ പണത്തെയും ധനത്തെയും സേവിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. പിശാച് ഏറ്റവും കൂടുതൽ ജനത്തെ വശീകരിച്ചത് ധനമോഹത്തിൽ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ യേശുവിനെ പരീക്ഷിച്ചതും വയറിൻ്റെ വിശപ്പും കണ്ണിൻ്റെ മുകളിൽ തിളക്കമുള്ള മോഹവാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്ന് ചാടാനുള്ള പ്രേരണയൊക്കെ കൊടുത്ത് യേശുവിനെ സ്ഥാനമോഹങ്ങളും ധനമോഹങ്ങളും അല്ലെങ്കിൽ ജഡത്തിൻ്റെ വിശപ്പോടൊക്കെ പരീക്ഷിച്ച പിശാച് കയറി വന്നത്. വർഷം കറങ്ങിയിട്ടും പിശാച് ഇതൊന്നും കുറച്ചിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഗ്രഹം എന്ന് കേൾക്കുന്ന ഉടനെ പെട്ടെന്ന് ചിട്ടിക്കമ്പനിയാണെന്നൊരു ധാരണ നമുക്ക്. ക്രൈസ്തവ അനുഗ്രഹം എന്ന് കേൾക്കുന്ന ഉടനെ കാറിൻ്റെ വലിപ്പമോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഞാനതിനൊക്കെ സമ്മതിക്കുന്ന ആളാണ്. നല്ല കാര്യം, ഇതൊക്കെ ഒരു വശമാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് നമ്മളെ ദൈവം അല്ലാതെ ആരാ അനുഗ്രഹിക്കുന്നത്? നന്മയും കരുണയും നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആരാ? അല്ല, ഇസ്രായേൽ മക്കളോട് പ്രത്യേകം പറഞ്ഞില്ലേ, നിങ്ങൾ കനാൻ ദേശത്ത് നാട്ടിൽ കാലുകുത്തി നിൽക്കുമ്പോൾ ഓർത്തോണം, സ്വന്തം കൈ കൊണ്ടല്ല ഇത് നേടിയെടുത്തത്, ദൈവമാ തന്നത്. കിളച്ചത് നിങ്ങളായിരിക്കാം, കുഴിച്ചത് നിങ്ങളായിരിക്കാം, നട്ടത് നിങ്ങളായിരിക്കാം, വളർത്തിയത് നിങ്ങളായിരിക്കാം, പക്ഷെ ഫലം തന്നത് ഞാനാണ്. കാരണം തുള്ളനും വെട്ടുക്കളയും പച്ചപ്പുഴും കുത്തിക്കളയാതെ തിന്നുകളയാതെ നിന്റെ കയ്യിൽ അത് കൊണ്ടെത്തിച്ചെങ്കിൽ അത് നിന്റെ കിളയുടെ കഴിവല്ല, നീ ഒഴിച്ച വെള്ളത്തിന്റെ വലിപ്പമല്ല, ഞാൻ തടയേണ്ടതിനെ തടഞ്ഞത് കൊണ്ടാ നിന്റെ കയ്യിൽ ഈ നന്മ വന്നത്. ജോലി ചെയ്യാൻ ആരോഗ്യം തന്നതുകൊണ്ടല്ലേ ശമ്പളം കിട്ടിയത്? വിദേശത്ത് പോകുവാൻ അവസരം കിട്ടിയത് കൊണ്ടല്ലേ ധനമുണ്ടായത്? കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ ദൈവം ബുദ്ധി കൊടുത്തുണ്ടല്ലേ അവർ അനുഗ്രഹിക്കപ്പെട്ടത്? അഭിമാനിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ പ്രശംസിച്ചാട്ട്. ഹല്ലേലൂയ. പ്രശംസിക്കുന്നവൻ ഇന്ന് രാത്രി കർത്താവിൽ പ്രശംസിക്കട്ടെ. ആത്മനിറവുള്ളവന്റെ അകക്കണ്ണ് തുറന്ന് അവൻ വിളിച്ചു പറയും, അങ്ങ് തന്നതല്ലാതെ, അങ്ങ് നടത്തിയതല്ലാതെ, അങ്ങ് നിർത്തിയതല്ലാതെ, അങ്ങ് ഉയർത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല അപ്പ എന്ന് പറയുന്ന ഒരു ആത്മനിറവിലേക്ക് എത്ര പേർ ഇന്ന് രാത്രി മടങ്ങി വരും? വൈഡമന. അല്പസമയം കരങ്ങൾ ഉയർത്തിയോ, കരങ്ങൾ അടിച്ചോ, ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? തമ്പുരാൻ നടത്തിയ വഴികൾക്ക് സ്തോത്രം പറയാൻ പറ്റുമോ? ഈ കോട്ടയം പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ തല താഴ്ന്നു പോകാതെ ദൈവം നടത്തിയ വിധങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തിയ വിധങ്ങൾ, നിങ്ങളുടെ സഭയെ വർദ്ധിപ്പിച്ച വിധങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഒരുക്കിയ ആത്മീയ വർധനവോർത്ത് ഏകരായി ഇറങ്ങിപ്പുറപ്പെട്ടവരെ ഒരു കൂട്ടമാക്കി മാറ്റിയ, ഒറ്റപ്പെട്ടു പോയവരെ കൈക്ക് പിടിച്ച് നടത്തിയ, ഒറ്റിക്കൊടുക്കപ്പെട്ടവരെ ആലിംഗനം ചെയ്ത, ഇരുന്നു പോയവനെ വീണ്ടും എഴുന്നേൽപ്പിച്ച, തളർന്നു പോയവനെ ഉയർത്തിപ്പിടിച്ച ദൈവസ്നേഹത്തിന്റെ അളവറ്റ വലിപ്പത്തിനായി എത്ര പേർ നന്ദിയോടെ ആരാധനയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും? ദൈവത്തെ സേവിക്കണം, പണത്തെ സേവിക്കരുത്. പണത്തിന്റെ ആധിപത്യം വളരെ വലിയ വശീകരണ ശക്തിയുള്ളതാണ്. ദൈവസഭയ്ക്കകത്ത് പണാധിപത്യം കയറിയിട്ട് എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല, ഇന്ന് രാത്രി മൊത്തം പറഞ്ഞാലും തീരത്തില്ല. പണമാണെല്ലാം നിയന്ത്രിക്കുന്നത്, അല്ല, ആത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ. ആത്മാവ് കാര്യങ്ങളെ തീരുമാനിക്കട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പുഴുവും തുരുമ്പും കെടുത്തുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്ന ഇതിലെന്ത് അഭിമാനിക്കാനാ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് പണം 2ാം സ്ഥാനത്തേക്ക് മാറണം. കൺവെൻഷൻ നടത്താൻ പണം വേണം, വീട് വെക്കാൻ പണം വേണം, കുടുംബകാര്യങ്ങൾക്ക് പണം വേണം, ഇല്ലെന്നല്ല പറഞ്ഞത്. അതൊക്കെ ദൈനംദിനം ആവശ്യങ്ങളാണ്. ഏറ്റവും വലിയ ആവശ്യം ശ്വാസമല്ലേ? അത് നിങ്ങൾ ചോദിക്കാതെ ദൈവം തന്നില്ലേ? ഇവിടെ ഇരുന്നുകൊണ്ട് ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ ജീവനുള്ളതൊക്കെയും യഹോവേ സ്തുതിക്കട്ടെ. ആ ഒറ്റ കാര്യം മതിയല്ലോ സ്തോത്രം പറയാന്. അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാനും ഒരു പ്രാവശ്യം കൂടെ അകത്തോട്ട് വലിക്കാനും നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ദൈവത്തെ സ്തുതിക്കാൻ എന്താ മടി? ഇന്ന് രാത്രി ജീവനുള്ളതൊക്കെയും അല്ലോ അനങ്ങുവാൻ, അല്ലയ ഒരു ശ്വാസമുള്ള, മൂക്കിൽ ജീവശ്വാസമുള്ള സകലരും ദൈവത്തെ സ്തുതിക്കട്ടെ. ധനത്തിൽ
ആശ്രയിക്കരുത്. ധനചിന്ത, വേദപുസ്തക ധനതത്വശാസ്ത്രം വളരെ പ്രസിദ്ധമാണ്. എത്ര ദൈവത്തിന് കൊടുക്കണം, എത്ര എടുക്കാം എന്നൊക്കെ ഉള്ളത് അത് ബൈബിൾ ക്ലാസ് ഒക്കെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വിശാലമായി പഠിക്കാം. അപ്പോൾ ആത്മനിറവുള്ളവർക്ക് മനസ്സിലായി യേശുവിൻ്റെ നാമത്തിൻ്റെ പുറകിലെ പണം വരാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ കൊണ്ട് പണം വെച്ചു. അതല്ല, ആത്മനിറവ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആരോഗ്യം, മസിലുണ്ടല്ലോ, ആത്മീയ ആരോഗ്യം. ആ മസിലെന്ന് പറയുന്നത് യേശുവിനെ മുന്നിൽ നിർത്താനും പണത്തിൻ്റെ ചാക്കെടുത്ത് പുറകെ വെക്കാനുള്ള ശക്തിയാ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 5:3 അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? മുമ്പിൽ വന്ന് നിന്ന് അഭിനയിക്കുന്ന ആത്മീയ കപടവേഷക്കാരെ തിരിച്ചറിയണമെങ്കിൽ ആത്മനിറവ് വേണം. ഹല്ലേലൂയ. എല്ലാ പ്രസംഗവും ആത്മാവിന്റെ നിറവിലായിരിക്കണമെന്നില്ല. എല്ലാ പ്രവചനവും, എല്ലാ പാട്ടും. പ്രൈസ് ദി ലോർഡ്. ആത്മീയ മുഖംമൂടികളുടെ ഒരു കാലഘട്ടത്തിലാണ് ദൈവസഭ കടന്നു പോകുന്നത്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിച്ചു, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കും. കോട്ടയം കലോത്സവത്തിനൊക്കെ പേരുകെട്ട നാടാണല്ലോ. ഞാനും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഫാൻസി ഡ്രസ്സ്. ഓരോ കോലങ്ങളൊക്കെ കെട്ടിയിട്ട്, ഇതൊക്കെ 5 മിനിറ്റിലേക്കും 10 മിനിറ്റിലേക്കുള്ള കോലങ്ങളാണ്. ആത്മീയ ലോകത്തിലും ഇതുപോലെ കുറേ ഫാൻസി ഡ്രസ്സുകാർ ഇറങ്ങിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ സാധനം ഇതൊന്നും അല്ലെന്ന്, വേറൊരു സാധനമാണ്. പക്ഷെ പുറമേ വെച്ച് കെട്ടിയിരിക്കുന്ന ആത്മീയ കോമരങ്ങളാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ആത്മനിറവുള്ള പത്രോസിനെ അറിയത്തുള്ളൂ. സ്ഥലക്കച്ചവടം നടത്തിയിട്ട് ഭാര്യയും ഭർത്താവും കൂടെ പണക്കിഴിയുമായിട്ട് വന്നിരിക്കുക. പണത്തിൻ്റെ കെട്ടൊക്കെ കാണുമ്പോൾ കടന്നു വരുമ്പോൾ ആ ചാക്കുകെട്ട്, അന്നത്തെ കാലത്ത് നാണയം ആയതുകൊണ്ട് തലയെ വെച്ചോണ്ടായിരിക്കും വന്നത് ഞാൻ വിശ്വസിക്കുക. കാരണം നമ്മുടെ കൂട്ട് ഒതുക്കിക്കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. വേണേ ഒരു വേലക്കാരനെ വിളിച്ചിട്ട് അവൻ്റെ തലയിലായിരിക്കും കൊണ്ടുവന്നത്. വരുന്ന വരവിന് അവിടെ ഇരുന്ന് അമ്മാമ്മയും അല്ലെങ്കിൽ അച്ഛനൊക്കെ പറഞ്ഞു, കണ്ടോ കണ്ടോ കണ്ടോ, നമ്മുടെ സഭയിൽ ഇനി ഈ പുള്ളിയായിരിക്കും സെക്രട്ടറി. കാരണം ഏറ്റവും കൂടുതൽ പൈസ ഇവരാണ് ഇടാൻ പോകുന്നത്. 2 കാശിട്ട വിധവയൊക്കെ പുറകിലോട്ട് മാറിയല്ലേ, എനിക്കിതൊന്നും ഇടാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ തലയെക്കെട്ടുമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും വായിക്കുമ്പോൾ വിട്ടുപോകുന്നൊരു വാക്യം അവിടെ ഉണ്ട് കേട്ടോ. മൊത്തം സ്ഥലം വിറ്റില്ല. ഹല്ലേലൂയ. സംശയമുണ്ടോ? അതിന് 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാം അധ്യായത്തിന് 1-ാം വാക്യം. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു. ഒരു നിലം വിറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കിടക്കുന്ന 100 ഇനി വിൽക്കാൻ, ഒരെണ്ണം വിറ്റതിൻ്റെ അഹങ്കാരം ഇത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ അടിവരയിട്ട് വായിച്ചോ കേട്ടോ. 1 പൊസഷൻ എഴുതിയിരിക്കുന്നത്. എത്ര ഏക്കറുണ്ടെന്ന് എനിക്കറിയത്തില്ല. അനന്യാസും ഭാര്യയും കൂടെ ചേർന്ന് ഒരു നിലം വിറ്റു. അതിനകത്താ കുറച്ചെടുത്ത് മാറ്റി വെച്ചത്. എടുത്ത് മാറ്റി, നമുക്കറിയാവുന്ന പ്രസംഗമാണ്. അതൊന്നുമല്ല എൻ്റെ വിഷയം. എടുത്തതോ മാറ്റിയതോ ഒന്നുമല്ല. പക്ഷേ വന്ന നിപ്പ് കണ്ടാൽ കുടുംബം മുഴുവൻ വിറ്റിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി പോലെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരുശലേമിലെ വിധവമാർ, യെരുശലേമിലെ യഹൂദന്മാർ, യവനന്മാർ അവരൊക്കെ ഉണ്ട്. നിലം വിറ്റ് കൊടുത്തവർ. ബർന്നബാസ് ഉണ്ട്. അവരൊക്കെ ഇരിക്കുന്ന സംഘത്തിൽ വന്നിട്ട് ഞാനും ആത്മീയത്തിൽ ഒട്ടും മോശമല്ല എന്ന അഭിനയം. ഇനി അതിൻ്റെ മറുവ്യാഖ്യാനം പറഞ്ഞ് ഞാൻ ഭാഗം വിടുകയാണ്. ഈ ആത്മീയ ലോകത്തിലെ അഭിനയക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ ആത്മനിറവിൻ്റെ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. മുന്നിൽ നിൽക്കുന്ന വെള്ള ഷർട്ട് ഇട്ട ഞങ്ങളെപ്പോലെ എല്ലാവരെയും നിങ്ങളൊന്ന് വിവേചിച്ച് നോക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനിയും തൊട്ട് പ്രസംഗിക്കാൻ വരുന്നവരെല്ലാം വിവേചിച്ചുകൊണ്ട് അവസാനം വരെ ഇരിക്കണം എന്നല്ല പറഞ്ഞത്. എന്നാലും ആത്മനിറവുള്ള ഭക്തന്റെ കണ്ണിൽ പെടാത്തതൊന്നുമില്ല കേട്ടോ. കൃപ പ്രാപിച്ച ദൈവദാ പൈതലിനറിയാം. വചനം കേൾക്കുമ്പോൾ, സംസാരം കേൾക്കുമ്പോൾ, നോട്ടം കാണുമ്പോൾ അറിയാം ദൈവത്തിൻ്റെ കൃപ ഇവിടെയുണ്ടെന്ന്. കൂടെ ഞങ്ങളുടെ വഴിയെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനാണെന്ന ശൂന്യം കാര്യത്തിൽ കിട്ടിയ വെളിപ്പാട് ദൈവസഭയിലെ ദൈവമക്കൾക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്കേ മാളിക മുറി പണിത് കൊടുക്കാവൂ, അവർക്കേ സ്തോത്രാഴ്ച കൊടുക്കാവൂ, അവർക്കേ ദശാംശം കൊടുക്കാവൂ. വിശുദ്ധന്മാർക്കല്ലാതെ അശുദ്ധന്മാർക്കും അഹങ്കാരികൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും കയറിയിരുന്നവർക്ക് കൊടുക്കാൻ ഉള്ളതല്ല ദൈവസഭയുടെ ധനം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കള് ഈ കൈക്കൂലി കൈമടക്കായി കൊടുക്കുന്നത് അവസാനിച്ചാൽ സകല വ്യവഹാരങ്ങളും ഇവിടെ തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ദൈവദാസനാണ് ഞാൻ. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. എന്നെ ഉപദ്രവിക്കില്ല പോകുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിലുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റൂ മുന്നിൽ കെട്ടിഘോഷിക്കുന്ന കപടവേഷക്കാരെ.
ഇവിടെ നിന്നുകൊണ്ട് അലറിക്കേറി പറയുന്ന പ്രസംഗത്തിന്റെ മൂർച്ചയോ ഇതിന്റെ അളവോ അല്ല. ഇതിന്റെ പിന്നിൽ ഒരു അഭിഷേകമുണ്ടെന്ന് തിരിച്ചറിയുവാൻ എൻ്റെ ജനം ആത്മാവിൽ നിറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമരിയ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് മഹാൻ എന്ന് പറഞ്ഞ് ജനത്തെ ഭ്രമിപ്പിച്ച ഒരു ശിമിയോൻ ഉണ്ടായിരുന്നു. ഷിമിയോൻ എന്നവൻ്റെ പേര്. നല്ല പേരാ ഷിമിയോൻ നല്ല പേരാ. പഷ്ടം പോലെ കൈ കാശുണ്ട്. ഈ മഹാനാണെന്ന് പറഞ്ഞ് ആഭിചാരം ചെയ്ത് രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ പറഞ്ഞ് തട്ടിപ്പോ അതും ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ കാശിനാണോ പഞ്ഞം? ഇതെല്ലാം ഉള്ള ഞാൻ ഒരു വശമല്ല മറുവശം പറയുന്നത്. ഒരു വശം കറക്റ്റാണ്. കാരണം ഇതൊക്കെ എലിമെൻ്ററി പ്രിൻസിപ്പിൾ. യേശു സൗഖ്യമാക്കും, യേശു വിടുവിക്കുമെന്ന് നമ്മൾ ആരംഭത്തിലേ പഠിച്ചത്. യേശു മാറിയിട്ടില്ലല്ലോ, നമ്മളല്ലേ മാറിയത്. യേശു അന്ന് പറഞ്ഞെങ്കിൽ ഇന്നും അത് തന്നെയാണ്. പക്ഷേ ഇത് ആദായ സൂത്രമാക്കി മാറ്റിയ മഹാൻ എന്ന് പറഞ്ഞ് ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശീമോൻ, കാശ് നിറച്ചുള്ള ഒരു ശീമോൻ വന്നുപെട്ടത് കാശില്ലാത്ത വേറൊരു ശീമോൻ്റെ മുന്നിൽ. രണ്ട് ശീമോന്മാരോട് ഒരു സഭായോഗത്തിൽ ഒരുമിച്ച് പത്രോസിനെ അല്ലെങ്കിൽ ശമരിയിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചു. അതൊരു ശീമോനാണല്ലോ. വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറയുന്ന ശീമോനും വെള്ളിയും പൊന്നും എനിക്കുണ്ടെന്ന് പറയുന്ന ശീമോനും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ശീമോൻ ആ ശീമോനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ. പ്രൈസ് ദി ലോർഡ്. പിശാച് ബാധിച്ചവനെ. ഇന്ന് രാത്രികാലം ആത്മനിറവുള്ളവർക്ക് ഹല്ലേലൂയ ദൈവകൃപ ചോർത്തിക്കളഞ്ഞവനെ കണ്ടുപിടിക്കാൻ പറ്റും. ദൈവകൃപ ചോർത്തിക്കളഞ്ഞവനെയും ദൈവാദായം സൂത്രമൊത്തിൽ തട്ടിയെടുത്തവനെയും ദൈവകൃപയെ വിറ്റ് കാശാക്കിയവനെയും തിരിച്ചറിയണമെങ്കിൽ ദൈവസഭ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നല്ലോ, തീരാറായി. അഞ്ചാമത് അപ്പോസ്തലപ്രവൃത്തി 6:3 വാക്യത്തിൽ ആത്മനിറവുള്ളവർ ആത്മശക്തി പ്രാപിച്ചവരുടെ അടുത്ത ജീവിത ശൈലി നാം കാണുന്നുണ്ട്. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. 4-ാം വാക്യം. ഞങ്ങളോ അതിന്റെ 4-ാം വാക്യം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പത്രോസും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും പറയുകയാണ്, ആത്മനിറവുള്ള ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ശുശ്രൂഷ എന്താണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ശുശ്രൂഷ പ്രാർത്ഥന, വചന ശുശ്രൂഷ. ഇത് കളഞ്ഞിട്ട് കടലാസ് സംഘടന ഉണ്ടാക്കാൻ പോയത് കൊണ്ടാണ് ഈ ഗതികേട് നമുക്കുണ്ടായത്. പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും 1-ാം സ്ഥാനം കൊടുക്കേണ്ടവർ അത് നടത്തുന്നതിന് പകരം മറ്റു പലതിലും ചെന്നുപെട്ടതാ. ആത്മീയ ലോകം അതപ്പതിച്ചത്. ഇന്ന് രാത്രി വിളിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ ആത്മശക്തി വേണം. ഹല്ലേലൂയ. ഒരാളോട് സംസാരിച്ചു, ഇന്റർനാഷണലി യാത്ര ചെയ്യുന്ന ഒരു ദൈവദാസനെ കൂടെ സഞ്ചരിച്ചപ്പോൾ ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയുണ്ട്? എൻ്റെ പാസ്റ്റർ ഒത്തിരി ബിസിയാണ്, ഇവിടെ ആയിരുന്നു അവിടെ ആയിരുന്നു, ആദ്യത്തെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ നിർത്ത്, അല്ലെ 3 മാസം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത് യാത്ര പോയാൽ മതിയെന്ന്. പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത ശുശ്രൂഷയല്ല, വചനം വായിക്കാൻ സമയമില്ലാത്ത ശുശ്രൂഷയല്ല. ഇന്ന് രാത്രി നിങ്ങൾക്കറിയാം ഏതിനാ കൂടുതൽ സമയമെന്ന്. ചില വാട്സാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കിടക്കേന്ന് എഴുന്നേറ്റാൽ സന്ധ്യ വരെ ഇത് തന്നെ പരിപാടി. കാരണം നമുക്കറിയാലോ ഒരു പേജ് എഴുതണമെങ്കിൽ എത്ര മിനിറ്റ് വേണമെന്ന്. എത്ര പേജുകളായി എഴുതി കമൻ്റായി തട്ടിക്കൂട്ടി വിടുന്നത്. വേറെ പണിയൊന്നുമില്ലേ? ഏതെങ്കിലും പാസ്റ്റർ എന്ന് പേര് വെച്ച ഒരാൾ ഒരു പരിധി കൂടുതൽ എഴുതാനും കമൻ്റ് പറയാനും പോയാൽ ഓർത്തോണം, പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ലെന്ന്. എൻ്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വിശുദ്ധനെന്ന് വേർപെട്ടവൻ അത്യാഗ്രഹിയോ വാവിഷ്ണക്കാരനോ ആയാൽ അവനോട് സംസർഗമരുതെന്ന വചനം പറയുന്നത്. ഫേസ്ബുക്കിൽ വന്നിട്ട് ലൈവ് ഇരുന്നു കൊണ്ട് എന്ത് ന്യായീകരണം നടത്താനാ? കൂട്ടു സഹോദരനെ ആലിംഗനം ചെയ്തിട്ട് എൻ്റെ വിളി പ്രാർത്ഥന, എൻ്റെ വിളി വചന ശുശ്രൂഷ, എൻ്റെ നിയോഗം ആത്മാക്കളെ നേടുക, എൻ്റെ ശുശ്രൂഷ ദൈവസഭയ്ക്ക് ഊന്നൽ കൊടുക്കുക. അതിൽ കുറഞ്ഞതെല്ലാം പിശാചിൻ്റെ പദ്ധതികളാണെന്ന് തിരിച്ചറിയുന്നത് ആത്മശക്തി എൻ്റെ മേൽ വരുമ്പോഴാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 8:30 ഹല്ലേലൂയ. ഈ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത വ്യത്യാസം, നിങ്ങൾ ഈ മണ്ണിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരല്ലെന്ന് വെളിപ്പാടുണ്ടാകും. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമുക്ക് കാണാതറിയാം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ വിശ്വാസത്തോട് പറയുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഈ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതൊന്നും നിങ്ങളിൽ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തിയുടെ അളവറ്റ വലുപ്പം നിങ്ങൾ അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുക. എന്താണ് ഈ ശക്തി? ക്രിസ്തുവിലും വ്യാപരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1:8 യേശു വാഗ്ദത്തം ചെയ്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ശക്തി കിട്ടും. ഈ ശക്തി യേശുവിൽ വ്യാപരിച്ചപ്പോൾ എന്ത് നടന്നു? ഹല്ലേലൂയ. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒരു വാക്കിൽ പറഞ്ഞാൽ അതിൻ്റെ ആവേശം എനിക്ക് പോരാ.
ആരെ ഉയർപ്പിച്ചു? യേശുവിനെ ഉയർപ്പിച്ചു. എങ്ങനെയായിരുന്നു ഉയർപ്പിക്കുമ്പോൾ ആ ശരീരം? 3 ദിവസങ്ങൾക്കപ്പുറത്ത് ഗോൽഗോത്ത കുന്നിൻ്റെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കണ്ടാൽ ആളല്ലാത്ത വിധം വിരൂപമായൊരു ശരീരം. മാനവജാതിയുടെ പാപത്തിൻ്റെ സകല ഭാരങ്ങളും വലിച്ച് തോളിൽ കയറ്റിയിട്ട് ദൈവക്രോധത്തിൻ്റെ കലശം തൻ്റെ തലയിലേക്ക് പാനപാത്രമായി പെയ്തിറങ്ങി ആ ദൈവക്രോധത്തിൻ്റെ അഗ്നിയിൽ വെന്തുരുകുന്ന ഹല്ലേലൂയ മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. കയ്യിൽ ആണികൾ കയറിയിട്ടുണ്ട്, കാലിൽ ആണികൾ തുളച്ചിട്ടുണ്ട്. ചങ്ക് കുത്തിത്തുളച്ച് രക്തം ധാരധാരയായി ഒഴുകി അവസാനം വെള്ളമായി അത് മാറുകയാണ്. തലയിലെ മുൾക്കിരീടം ആഞ്ഞടിച്ചിട്ട് തലയോട് പിളർന്ന് രക്തധമനികൾ പൊട്ടി രക്തങ്ങൾ ഒഴുകുകയാണ്. തലച്ചോറ് പിളർന്നു മാറിയിട്ടുണ്ട്. മുഖത്തെ രോമം പിച്ചിപ്പറിച്ചിട്ട് വിരൂപനായി മാറിയിട്ടുണ്ട്. കവിളത്ത് അടിച്ച് കന്നത്തടിച്ച് കണ്ണുകെട്ടി തല്ലി കവിളും കൺതടങ്ങളും കനീഭവിച്ച് കിടക്കിയ പുറം ഉഴവുചാലുകാർ ഉഴുതുന്ന പോലെ ഉഴുതു മാറിയിട്ട് അസ്ഥികളെല്ലാം ബന്ധം വിട്ട് ഓരോ അസ്ഥിയും എണ്ണാവുന്ന രീതിയിൽ മാംസങ്ങൾ അടർന്നു മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. വസ്ത്രം പറിച്ചുരിഞ്ഞ് നഗ്നനാക്കി അവനെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ശവം എടുക്കുമ്പോൾ ചതഞ്ഞ് ഉടഞ്ഞ്, ഹല്ലേലൂയ, അസ്ഥി ഒടിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, മാംസമെല്ലാം ചിതറിയ ഒരു ശരീരം, വിരൂപമായ ശരീരം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, അവന് രൂപഗുണമില്ല, അവന് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും അവൻ വ്യസന പാത്രമായും രോഗം ശീലിച്ചവനുമായിരിക്കുന്നു. അവനെ കണ്ടാൽ ആളല്ല, അവനെ കണ്ടാൽ മനുഷ്യനാണോ എന്ന് തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു. ഈ വിരൂപമായ ശരീരമാണ് ഹല്ലേലൂയ തല മുതൽ പെരുവിരൽ വരെ ഒരു തുണി കൊണ്ട് ചുറ്റി നിക്കോദീമോസും അരിമത്യക്കാരൻ ജോസഫും 100 റാത്തൽ സുഗന്ധവും ചേർത്ത് ജോസഫിൻ്റെ പുതിയ കല്ലറയ്ക്ക് അകത്തോട്ട് വെച്ചിട്ട് ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ച് അതിനകത്ത് ഹല്ലേലൂയ റോമാ ഗവൺമെൻറ് മുദ്രയും വെച്ചിട്ട് അല്ലെ ക്രൂരന്മാരായ ഭടന്മാർ കുന്തം പിടിച്ച് കാവലും നിൽക്കുന്നത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. റീബാലബന ഹത്തരാധകന. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, തല മുതൽ പെരുവിരൽ വരെ കെട്ടിയ ആ തുണിയുടെ കെട്ടഴിച്ചതാരാ? ഈ ശക്തിയാണ്. ഇന്ന് രാത്രി കെട്ടഴിയും ബന്ധനമഴിയുമെന്ന് ഇവിടെ നിന്ന് പറയുമ്പോൾ ദൈവസഭ തിരിച്ചറിഞ്ഞാട്ട് നിന്റെ ഉച്ചി മുതൽ പെരുവിരൽ വരെ ലോകം കെട്ടിയ സകല കെട്ടുകളെയും ഇന്ന് രാത്രി അഴിച്ചു മാറുന്നതാ ഈ ശക്തി ജനത്തിന്മേൽ വ്യാപരിക്കുന്നത്. എത്ര പേർ മതിമറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും? റീബാലബന ഹത്തരാധകന. കൈയും കാലും കൂട്ടിച്ചേർത്ത് കെട്ടി മുഖത്ത് മൂടുപടമിട്ടിട്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സകല കെട്ടുകളെയും അന്ന് പ്രഭാതത്തിൽ ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ആ കല്ലറയ്ക്കകത്ത് കെട്ടുകൾ ഓരോന്നായി പൊട്ടുന്ന ശബ്ദം 2000 വർഷങ്ങൾക്കപ്പുറം സംഭവിച്ചെങ്കിൽ 2024 ഇന്ന് രാത്രിയിലും ആരുടെയൊക്കെ ശിരസ് മുതൽ പെരുവിരൽ വരെ ലോകം കെട്ടിയ പിശാച് കെട്ടിയ നിന്നയുടെ സകല തുണിക്കെട്ടുകളെയും ഇന്ന് രാത്രി ഈ ആത്മശക്തി അഴിച്ചു മാറുന്ന ശബ്ദം ആത്മാവിൽ കേൾക്കുന്നവർക്ക് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഉച്ചി മുതൽ പെരുവിരൽ വരെ പിശാച് കെട്ടിയ ലോകം കെട്ടിയ അപമാനത്തിന്റെ കെട്ട്, നിന്നയുടെ കെട്ട്, ഈ ലോകത്തിന്റെ കെട്ടുകൾ, അറിവില്ലായ്മയുടെ ബന്ധനങ്ങൾ, അതിന് പേരെന്തു വേണേലും കൊടുത്തോ, സുവിശേഷ നിമിത്തമുള്ള പീഡയോ എന്തുമായിക്കൊള്ളട്ടെ, സകല കെട്ടുകളെയും ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ച പോലെ ഇന്ന് രാത്രി ഈ പന്തലിലും പരിസരത്തിലും ഈ ശബ്ദവീജിക്കുള്ളിൽ ഇരിക്കുന്ന സകല ജഡത്തിനു മേലും അത് ശക്തിയായി വ്യാപരിച്ച് കെട്ടുകൾ ഒന്നായി പൊട്ടുന്ന ശബ്ദം ഞങ്ങൾ ആത്മാവിൽ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്യുച്ച നാദമുള്ള കൈത്താളങ്ങളോടെ, നൃത്തത്തോടെ, പാട്ടോടെ, സ്തോത്രത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ ശക്തി ഞങ്ങളിൽ വ്യാപരിച്ചാൽ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ആത്മസന്തോഷത്തോടെ എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും? പരിശുദ്ധാത്മാവിടെ വ്യാപരിക്കുന്നുണ്ട്. അന്യായത്തങ്ങൾ ശാസിക്കപ്പെടട്ടെ. പിശാച് എഴുതിയ സകല കൈയെഴുത്തുകളും വിരോധമായ സകല രേഖകളും അതിൻ്റെ ആഭിചാരങ്ങളും അതിൻ്റെ നേർച്ചകൾ, വഴിപാടുകൾ, എന്തൊക്കെ ദൈവമക്കൾക്ക് ദൈവസഭയ്ക്ക് വിരോധമായി പട്ടണഭൂതങ്ങൾ പേര് പറഞ്ഞ് ചൊല്ലിച്ചാർത്തിയിട്ടുണ്ടോ, സകല കെട്ടുകളെയും ഇന്ന് രാത്രി അഴിക്കുന്ന ഈ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ച് അത് ഒട്ടും അളവ് കുറയാതെ എൻ്റെ ജനത്തിൻ്റെ മേൽ മഞ്ഞു പെയ്യുന്ന പോലെ ഇന്ന് രാത്രി ഇവിടെ പെയ്തിറങ്ങിയ ഇപ്പോൾ തന്നെ അത് ജനത്തിൻ്റെ കെട്ടഴിക്കട്ടെ. നിങ്ങൾക്കറിയണ്ടേ ആ കല്ല് എങ്ങനെ ഉരുണ്ടു മാറിയെന്ന്? ഈ കല്ല് ഞങ്ങൾക്ക് ആര് ഉരുട്ടി മാറ്റുമെന്ന് സഹോദരിമാർ ചോദിച്ചെങ്കിൽ അതിൻ്റെ വലുപ്പം അവർക്ക് ഉറപ്പായിരുന്നു, അതിൻ്റെ മേലുള്ള മുദ്രയുടെ ശക്തി അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ നാം വായിച്ചു, ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു.
ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ആ കല്ല് ഉരുണ്ടു മാറാൻ തുടങ്ങി. എങ്ങനെ കല്ല് ഉരുണ്ടു മാറി? ഉത്തരം എഴുതിക്കോ. ഈ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ചു. ആർക്കും മാറ്റുവാൻ കഴിയാത്ത ചില തടസ്സത്തിൻ്റെ കല്ലുകളെ, ആര് വിചാരിച്ചിട്ടും എടുക്കുവാൻ കഴിയാത്ത ആ ചോദ്യചിഹ്നത്തിൻ്റെ വലിയ കല്ലുകൾ, സഭയ്ക്ക് മുമ്പിലുള്ള, കുടുംബത്തിന് മുമ്പിലുള്ള, ആത്മീയ ഭാവിക്ക്, ശുശ്രൂഷയ്ക്ക് മുമ്പിലുള്ള പെരുത്ത കല്ലുകളെ ഇന്ന് രാത്രി ഈ ശക്തി ഉരുട്ടി മാറ്റുന്നത് വിശ്വാസം കണ്ടുകൊണ്ട് എത്ര പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഓ, വി സീ ദ മിറക്കിൾ, വി സീ ദ മിറക്കിൾ. യേശുവിൻ്റെ നാമത്തിൽ കല്ലുകൾ ഉരുണ്ടു മാറുന്ന ശബ്ദം നിങ്ങളുടെ ചെവിക്കകത്ത് കേൾക്കാമോ? നിങ്ങളുടെ ചെവിക്കകത്ത് കേൾക്കാമോ? ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന ചോദ്യത്തിൻ്റെ അടിയിൽ ഉത്തരമായി പരിശുദ്ധാത്മ ഇറങ്ങി വരുന്നു. ഞാൻ നിന്റെ മേൽ വരുമ്പോൾ ഈ ശക്തി ലഭിച്ചാൽ, ക്രിസ്തുവിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മേൽ വ്യാപരിച്ചാൽ, കുഞ്ഞേ, നിന്റെ മുമ്പിലുള്ള ഈ മഹാപർവ്വതം ഇന്ന് രാത്രി ഉരുണ്ടു മാറും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.